പിന്നെയാണ് നിന്റെ 3-4 കോഴി. പിടിച്ച് കളിക്കരുത് കേട്ടോ കുട്ടപ്പ. നാളെ രാവിലെ കല്യാണത്തിന് നേരത്തെ എത്തിക്കണം കേട്ടോ. ഓ ഏത് പന്നിയുടെ മോനാണ് എറിഞ്ഞത്? എറിഞ്ഞത് ഞാനാ. പള്ളിക്കൂടത്തിന് മുമ്പിൽ കൂടെ വഴിയായത്. മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിക്കണമെന്ന് ട്രാഫിക് പോലീസുകാർ ചുമന്ന മഷി കൊണ്ട് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാതെ പാഞ്ഞങ്ങ് പോവാൻ ഈ പഞ്ചായത്തിനോട് ഒരു പന്നിയുടെ മോന് സ്ത്രീധനം കിട്ടിയതല്ല. നിലം തൊടാതെ പറക്കല്ലേ നാട്ടുകാരെന്നൊക്കെ. തന്റെയൊക്കെ തൽസ്വരൂപം വെളിവരാൻ അധികം കാലം വേണ്ടി വരികയല്ല. അധികം വിസ്തരിക്കാതെ. ഇത് നീ മിലിറ്ററി ഇന്റലിജൻസിന് അയച്ച പെറ്റീഷൻ അല്ലേ? MLA മുഹമ്മദ് കുട്ടി ചെര പഠിച്ചത് നീ പഠിച്ച കളരി നല്ലത് ഇപ്പൊ മനസ്സിലായല്ലോ. എടാ നീ ഇതെന്നാ കണ്ടോണ്ടെങ്കിൽ നെകളിക്കുന്നേ? അന്ന് നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊല്ലാതെ വിട്ടതേ ഈ MLA പറഞ്ഞിട്ടാ. നീ പിന്നെ എന്നാ വിളുത്താനാ മിലിറ്ററിക്കാർക്ക് കോപ്പ് അയച്ചത്? സ്വാതന്ത്ര്യ സമരത്തിൽ വടിപിടിച്ചെന്ന് പറഞ്ഞൊരു തന്തേ, പട്ടാളത്തിൽ പാട്ടുരുട്ടെന്ന് പറഞ്ഞൊരു മോനും. ഈ ഇന്ത്യ മഹാരാജ്യം നിന്റെ ഉമ്മയ്ക്ക് ഇഷ്ടദാനം കിട്ടിയതാണോ? ഇത് ഇവിടം കൊണ്ട് നിർത്തിയേക്കണം. ഇനി കിടന്ന് വിളഞ്ഞാൽ കറിയാച്ചന്റെ തനിക്കൊണം നീ അറിയും. ശരിയാ, അന്ന് ഞാൻ ഓഫീസിൽ വന്ന് കാണുമ്പോ എനിക്ക് കറിയാച്ചൻ സാറിന്റെ ഒരു ഗുണം അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ കാഞ്ഞിരപ്പള്ളി ചക്കനാമ്പറമ്പുകാരുടെ മുഴുവൻ ഹിസ്റ്ററി എനിക്ക് ബൈഹാർട്ടാ. ആ ഉള്ളത് പറഞ്ഞ തന്റെ അപ്പന്റെ ഉപ്പാപ്പന്റെയും കാര്യം വെച്ച് നോക്കുമ്പോ ഞാൻ എത്രയോ പരിശുദ്ധ. തല്ലാൻ വരട്ടെ സാറേ, തല്ലാൻ സമയമാകുമ്പോ നമുക്ക് ഒരുമിച്ച് തല്ലാന്നേ, കൂട്ടത്തല്ലേ. അതിനു മുമ്പ് ഈ കൂടി നിൽക്കുന്നവരുടെ സാറിന്റെ കുടുംബത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കെമിസ്ട്രിയൊക്കെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് ദോഷമാടാ തങ്കച്ചാത്? തഴക്കദോഷം. തഴക്കദോഷത്തിന്റെ പേരും പറഞ്ഞ് കുമ്പസാരക്കൂട്ടിലിട്ട് 15 വയസ്സുകാരിയെ പിഴപ്പിച്ചിട്ട് അച്ചമ്പട്ടത്തിന് കിരീടം വയ്ക്കാൻ അങ്ങ് ശീമയിലോട്ട് പോയൊരു കൊച്ചച്ഛനുണ്ട് പാലായിൽ. നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ. ആ കുഞ്ഞാട് ഇവരുടെ കുടുംബത്തിൽ നിന്നാ. ഈ നിൽക്കുന്ന കറിയാച്ചൻ സാറിന്റെ അപ്പന്റെ അനിയൻ ചിറ്റപ്പൻ. പിന്നൊരുത്തൻ സ്വന്തം കെട്ടിയവളെ ഉറക്കത്തിൽ റബ്ബർ ഷീറ്റിനകത്ത് പൊതിഞ്ഞു കെട്ടി അബ്കാരി മുതലാളിയുടെ ഔട്ട് ഹൗസ് വരെ നട്ടപ്പാതിരാക്കി ചുമന്നുകൊണ്ട് പോയി കാഴ്ചവെച്ചു. അതാരാന്നറിയോ? ഇയാളുടെ അപ്പൻ. അതുകൊണ്ട് ആ ചരിത്രമുള്ള കറിയാച്ചൻ ദാദാ സാഹിബിന്റെയും മോന്റെയും ചരിത്രം എഴുതാൻ നാരായം എടുക്കണ്ട. ഇസ്ലാമിന്റെ മാനം കെടുത്താൻ ജനിച്ച ഈ ദജ്ജാലിന്റെ മൂടും താങ്ങി ആയുസ് കൊടുക്കുകയുള്ളൂ താൻ. പക്ഷേ അതിനി ഏറെ നാളില്ല. ഒന്ന് നിക്കുന്നേ. പോലീസ് സൂപ്രണ്ടിനെ MLAയും പരിപാടിയും നിർത്തി വേർപ്പിച്ചിട്ട് നീ അങ്ങ് ഷൈൻ ചെയ്യലോടാ മോനെ. എന്നിട്ട് ചുമ്മാ അങ്ങോട്ട് പോയാലോ? ഈ കറിയാച്ചനും ഇത്തിരി സമയം താ. കള്ള പൊലയാടി മോനെ.
ഇനി അടിച്ച ഏമാമാര് ചത്തുപോകും. വാ നമുക്ക് പോവാം. കൂൾ ഡ്രിങ്ക്സ്. അയ്യോ മോള് ഇത് കുടിക്കണ്ട, ഇത് കുടിക്ക്. ഇച്ചിരി കളർ വെക്കട്ടെ. കുടിച്ചോളൂ. ആ കൂൾ ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കോകോള, ലിംക, കാലിക്ലാസ്, തംസ് അപ്പ്, കൂൾ ഡ്രിങ്ക്സ്. എന്തായി ചേര? ഞാൻ ആ ഹെഡ് കോൺസ്റ്റബിൾ പരമേശ്വരനെ ചെന്ന് കണ്ടു. ഇതുവരെ അബുവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അവർക്കല്ല അതിശയം. SP MLA ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞത്. സാഹിബ് ഒന്ന് പോയി കണ്ടാലോ? ഏയ്, ഞാൻ ഓൻ്റെ അടുത്ത് പോയി കഞ്ചൊന്നുമില്ല. ജനങ്ങളെ നോക്കണ്ട MLA, നാട് കാക്കണ്ട SP കൂടെ രാജ്യത്തിന് ഒറ്റി കൊടുക്കാൻ കൂട്ടു നിൽക്കണമെന്നാ ഓൻ പറഞ്ഞത്. സംഗതി ശരിയായിരിക്കാം, പക്ഷെ നടു റോഡിലിട്ട് അവരെ തല്ലിയത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം അബുവിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നതാ നല്ലത്. ഞങ്ങൾ അബുവിനോട് പറഞ്ഞതാ, ഐഷയുടെ കല്യാണമായിട്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണപ്പന്തൽ വന്ന് അവരവനെ പിടിച്ചോണ്ട് പോയാൽ അതിലും വിഷമാവില്ലേ? എന്നാ ഈ എന്നെ പോയി അവനോടൊന്ന് പറ. ദേവാരൂട്ടി, താൻ എന്നെ ചുണ്ടുപിടിപ്പിക്കരുത്. അവന്മാരാരാണെന്ന് തനിക്കറിയോ? 2 ദിവസത്തിനകം പട്ടാളം നേരിട്ട് വന്ന് SP തൂക്കിയെടുത്തോണ്ട് പോകുമ്പോൾ അറിയും അബു ചെയ്ത നല്ല കാര്യം എന്തായിരുന്നു. ആ 2 ദിവസത്തേക്ക് താൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണമെന്നാ എന്റെ സാഹിബിന്റെ അഭിപ്രായം. ശേഖരമ്മാമ എന്ത് വർത്തമാനായി പറയുന്നത്? എന്റെ ആയിഷമോളുടെ നിക്കാഹിന് ഞാനിവിടെ വേണ്ടെന്നോ? അത് ഈ തെമ്മാടികളെ പേടിച്ച്. തെമ്മാടികളായതുകൊണ്ടാണ് സൂക്ഷിക്കേണ്ടത്. നിയമവും അധികാരമൊക്കെ അവരുടെ കയ്യിലാ. എന്ത് ചെയ്യാൻ മടി കാണിക്കല? നിക്കാഹിനെക്കാളും വലുതാണ് എനിക്ക് നിക്ക. രാത്രിയിൽ എങ്ങനും വല്ല പോലീസും വന്ന് നിക്കാനെ പിടിച്ചോണ്ട് പോയാ ഞാൻ പിന്നെ ഈ നിക്കാഹിന് സമ്മതിക്കില്ല. ചേട്ടാ, ഇത് വലിയ പുലിവാലല്ലോ. നീ കരയാതെ. രാത്രി ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം, എന്നിട്ട് രാവിലെ നിൽക്കാൻ മുമ്പ് എത്തിക്കോളാം. എന്താ, സമാധാനായോ? ആ, ഞാനന്ന് അമ്പലം വരെ പോവുക. ആ. ഇന്ന് ആറാട്ടല്ലേ? ആ, മോള് വരുന്നില്ലേ? കൊടിയേറ്റ് കണ്ട കൊടിയിറക്കും കാണണമെന്നാ. എന്നാ ആയിഷയും കൂടി വാ. ഞാൻ വരുന്നില്ല, ചേച്ചി പോയിക്കോ. എല്ലാ ആറാട്ടിനും നീ വരുന്നതല്ലേ, ഇന്നും മുടക്കണ്ട. ഇത് നിന്റെ അവസാനത്തെ ഉത്സവം കാണാനാണ്. ആ കുണ്ടോട്ടിക്കാരൻ കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഉത്സവം ഉണ്ടാവില്ല, ആറാട്ടം ഉണ്ടാവില്ല. ചെല്ല് ചെല്ല്. ദാ, പറഞ്ഞ കാര്യം മറക്കണ്ട. ആ, ഇല്ലെന്നേ. നിങ്ങൾ വേഗം അമ്പലത്തേക്ക്. ശരി, വാ കുട്ടികളെ.